തമിഴ്നാട് ചേരമ്പാടി വനത്തിൽ കൊന്നു കുഴിച്ചുമൂടിയ ഹേമചന്ദ്രന്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതികളിൽ ഒരാളായ നൌഷാദിന്റെ അയൽപ്പക്കത്തുള്ള വീട്ടിൽ വെച്ചാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. താക്കോലിവനെ ഏൽപ്പിച്ചു, ഈ വീട് നോക്കാൻ ഇവിടുത്തെ ഏൽപ്പിച്ചു. എത്ര കാലം നോക്കിയിരുന്നു? 2 വർഷം. ഞങ്ങൾ വന്നിട്ട് 3 മാസമായിട്ട് അതിന് മുമ്പോഴും അടച്ചിട്ടിരിക്കുകയായിരുന്നു. താക്കോലും കാര്യങ്ങളൊക്കെ. മകളുടെ കുട്ടി പറഞ്ഞു, അമ്മാനെ ഈ ആളുടെ കാണുമ്പോൾ കണ്ട് തന്നെ മുഖപ്പേച്ചുള്ള ആളാണല്ലോ അമ്മേ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴും സംഭവം ശരിയാണ്. ബേഗൊക്കെ വലിയ 2-3 ബേഗൊക്കെ വിളിച്ച് പോകുന്നുണ്ട്. ഇല്ല, എന്നോട് പോകുകയെന്നല്ല പറഞ്ഞത്, അതിന് മുമ്പ് പറഞ്ഞിരുന്നു വെളുപ്പിക്ക് പോകണം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. സുജിത്ത് അയ്യപ്പത്തുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുജിത്ത്, 1 വർഷം മുൻപുണ്ടായ തിരോധാനമാണ്. എന്നാണ് ഈ കൊലപാതകം നടത്തിയത്? എങ്ങനെയാണ് അവിടെ ഹേമചന്ദ്രനെ എത്തിച്ചത്? ഇക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ടോ സുജിത്ത്? അക്കാര്യത്തിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ നിലവിൽ ഹേമേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയ ശേഷം, അതായത് ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് കാറിൽ കയറ്റിയാണ് വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം നേരെ എത്തിക്കുന്നത് ബീനാച്ചിയിലേക്കാണ്. ബീനാച്ചിയിലെ ഈ നൌഷാദ് എന്ന് പറയുന്ന പ്രധാന പ്രതി, ഇപ്പോൾ അയാൾ വിദേശത്താണ്, അയാളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നുണ്ട്. ആ നൌഷാദിന്റെ വീടിന്റെ മുൻവശത്ത് മറ്റൊരു വീടുണ്ടായിരുന്നു. ആ വീട് ഈ വിൽപ്പനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്നതായിരുന്നു. വിൽപ്പനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചതായിരുന്നു. പക്ഷേ ആ വീട്ടിലേക്ക് ഇടയ്ക്കിടെ താക്കോൽ ഉൾപ്പെടെയുള്ളതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് നൌഷാദാണ്. ഈ നൌഷാദ് അവിടേക്ക് എത്തിച്ച് അവിടെ വെച്ചാണ് പീഡിപ്പിച്ചത് എന്നുള്ള തരത്തിൽ, പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അവിടെ വെച്ചാണെന്നുള്ള തരത്തിലുള്ള സംശയം പോലീസിനെ സംബന്ധിച്ച് ഉണ്ട്. 2 ദിവസം ക്രൂരമായ പീഡനത്തിനൊടുവിലാണ്, ഈ മർദ്ദനത്തിനും മറ്റും ഒടുവിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. എന്തായാലും വിൽപ്പനയ്ക്ക് ഏൽപ്പിച്ച വീട്ടിൽ വെച്ച് മർദ്ദിച്ചു. ഈ വിവരമൊന്നും ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് അറിയില്ലായിരുന്നു. അവർ അവിടെ താമസം ഉണ്ടായിരുന്നില്ല. അവർ മലപ്പുറത്തായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ 3 മാസം മുമ്പാണ് അവർ ഇവിടേക്ക് എത്തുകയും ആ വീട്ടിൽ താമസം തുടങ്ങുകയും ചെയ്തത്. അങ്ങനെ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ച ആ വീട്ടിൽ വെച്ചാണ് ഈ ഹേമചന്ദ്രനെ ക്രൂരമായി പീഡിപ്പിച്ചത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഈ 2 വർഷത്തോളം ഈ വീട്ടുകാർ നൌഷാദിന്റെ തൊട്ട് മുന്നിലുള്ള ഈ വീട് ഏൽപ്പിച്ചത്, ഈ വീട് നോക്കാനും ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾ, അത് വിൽപ്പന നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏൽപ്പിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഈ ഒരു പീഡനം ഉണ്ടായതെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിവരമൊന്നും ഈ വീട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു. ഈ വാർത്ത വന്നതിന്റെ പിന്നാലെ, അതായത് ഇന്നലെ മൃതദേഹം കുഴിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇവർക്കൊക്കെ ഇത് സംബന്ധിച്ച് അവർ പോലും വലിയ ഞെട്ടലോടുകൂടിയാണ് ഇതിനെ ഉറ്റുനോക്കുന്നത്. 2 മാസം മുമ്പാണ് ഈ നൌഷാദ് ഗൾഫിലേക്ക് പോയത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നത് എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാവുന്നത്. പോലീസും അക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ്. ഉന്മേഷം. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.